blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒത്തിരി അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കൃപകളും ഒക്കെ നിറച്ചുകൊണ്ടാണ്. തുടർന്നുള്ള പ്രോഗ്രാമുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒറ്റ ടെലികാസ്റ്റ് കൊണ്ട് ഒരൊറ്റ എപ്പിസോഡിലൂടെ ലോകം എമ്പാടും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലാത്ത അനേക ഭവനങ്ങളിൽ, അപ്പാർട്ട്മെൻറ്റുകളിൽ, മെട്രോപൊളിറ്റൻ സിറ്റികളിൽ, കുഗ്രാമങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെ യേശു കർത്താവ് സ്പർശിക്കുന്നൊരു പ്ലാറ്റ്ഫോമാണിത്. ഇന്നത്തെ ഇതിൻ്റെ ടെലികാസ്റ്റിൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ചേർന്ന് ആദ്യമേ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളെവിടെയാണ് അവിടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. സ്ക്രീനിൽ ഈ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട്. അതുകൂടെ നോക്കി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ചേർന്ന് പത്തനംതിട്ടയിൽ നിന്നുള്ള സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ മുഴുവൻ ദൈവിക ആരോഗ്യത്തിൽ നിറയ്ക്കണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യം നൽകണമേ. സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും വിടുവിക്കണമേ. വാസന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഡയബറ്റീസിൽ നിന്ന് പരിപൂർണമായ സൗഖ്യം കർത്താവെ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുബി മുരളീധരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ അനുഗ്രഹങ്ങൾ നൽകണമേ. എല്ലാ കടബാധ്യതകളിൽ നിന്നും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോയ്ക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം മുഴുവൻ നല്ല ആരോഗ്യത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവിക സമാധാനത്താൽ നിറയപ്പെടാൻ, ഒരു വലിയ ഐക്യത ആ കുടുംബത്തിൽ ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം ആ മകൾക്ക് നൽകണമേ. അതുപോലെ കർത്താവെ, അവളുടെ സ്റ്റഡീസിൽ നല്ല റിസൾട്ട് ഉണ്ടാകാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫ്രെഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തൻ്റെ ഭാര്യയുടെ മനസ്സ് മാറി തിരികെ വരാൻ അങ്ങ് ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൽദോ കെ മാത്യുവിനും ഷിജി എൽദോയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ മേൽ ദൈവിക ഐശ്വര്യവും അനുഗ്രഹവും അങ്ങ് ചൊരിയണമേ. അവരുടെ ആ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എറണാകുളത്തു നിന്നുള്ള ആ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നൽകപ്പെട്ട ആ പണം 3 വ്യക്തികളിൽ നിന്ന് തിരികെ ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. അടൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, നല്ല ആരോഗ്യം നൽകി ഈ കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നല്ലോ. കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. വിജയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആസ്മയിൽ നിന്ന് പരിപൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. നടക്കുവാൻ അങ്ങ് സഹായിക്കണമേ. അതുപോലെ ഗന്ധം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ മാറ്റിക്കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഓരോ സ്പോൺസറെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിച്ചതിനാൽ ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങേക്ക് നന്ദി പറയും. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾക്കായി ഒരുക്കുന്നു ബ്ലെസ്സിംഗ് ടുഡേ കൊല്ലം മെഗാ ഫെസ്റ്റിവൽ 2015 മെയ് 29, 30, 31 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. അനുദിന ജീവിതത്തിൽ ആവശ്യമായ പ്രായോഗിക വചന സന്ദേശങ്ങൾ ബ്രദർ ഡാമിയൻ, സിസ്റ്റർ ക്ഷമ ഡാമിയൻ, ബ്രദർ നെഹമിയ ഡാമിയൻ തുടങ്ങിയവർ ശുശ്രൂഷിക്കുന്നു. ഈ 3 ദിവസങ്ങളിലും നടക്കുന്ന കൊല്ലം മെഗാ ഫെസ്റ്റിവലിലേക്ക് ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8111996002 0484 422211. സഹോദരൻ്റെ പേര് ലിജു വർഗീസ് എന്നാണ്. തൊട്ടടുത്ത് നിൽക്കുന്നത് തൻ്റെ ഭാര്യ ഷിജ. ഇവർക്ക് യേശു ചെയ്തൊരു വലിയ ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യവുമായിട്ടാണ് ഈ സഹോദരി ഇവർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇവർക്ക് 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഒത്തിരി ചികിത്സിച്ചു. ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ബ്രദറിന് വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ല. സർജറി ചെയ്താലും കുഞ്ഞുങ്ങളുണ്ടാകണം നിർബന്ധമൊന്നുമില്ല, 50-50 ചാൻസ് എന്നാണ് പറഞ്ഞേച്ചേ.
അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലും ബ്ലെസ്സിങ് സെൻറ്ററുകളിലും ഈ സഹോദരൻ ചെല്ലുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ വിശ്വാസത്തോടെ പ്രയർ ഡയറി വാങ്ങിച്ചു. അതിൽ എഴുതി വെച്ചു, വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് കുഞ്ഞ് വേണം. അതിനുശേഷം പ്രാർത്ഥിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ കൺസീവായി. അതിനുശേഷം താൻ ഈ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതൊരു അത്ഭുതമാണ്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇതൊരു അത്ഭുതമായിരിക്കുന്നു, ഇത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്താണെന്ന് പറഞ്ഞു. മാത്രമല്ല അതിനുശേഷം സഹോദരൻ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് സാമ്പത്തികമായി വളരെ തകർന്നൊരവസ്ഥയിലായിരുന്നു. ഈ സഹോദരൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് വന്ന് പ്രാർത്ഥിച്ചു. കൊല്ലത്ത് നടന്ന ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത ആ ദിവസം തന്നെ തനിക്ക് ജോലിക്കുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു, വിസ വന്നു. താൻ അതിന് ശേഷം ജോലിക്കായി കടന്നുപോയി. സിസ്റ്റർ, ഇവിടെ നിങ്ങൾ ഇത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥന തുടങ്ങിയത് 27/9/2013. ഈ കുഞ്ഞ് ജനിച്ചത് ഇത് സെപ്റ്റംബറിലുള്ളതാണ്. ഓക്കെ. 2014 ജാനുവരി 14-ാം തീയതിയാണ് ഞാനത് കൺഫേം ചെയ്യുന്നത്. ഓക്കെ. ഡെലിവറി കംപ്ലീറ്റ് ആവുന്നിടം വരെ ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അതുകൊണ്ട് കർത്താവ് ചെയ്തു അത്ഭുതം. കടഭാരത്ത് നിന്നുള്ള സ്വാതന്ത്ര്യം അതും ചെക്ക് ചെയ്തിട്ടുണ്ട്, അതും നടന്നു. ഓക്കെ. ഭർത്താവിന് നല്ലൊരു ജോലിക്ക് വേണ്ടി 27/9/2013 അത് മാവേലിക്കരയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്ന സമയത്ത് അവിടെയാണെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് വന്ന് സാക്ഷ്യം പറഞ്ഞു. അന്ന് തന്നെയാണ് വിസയും പോകാനുള്ള എല്ലാം റെഡി ആയത്. നോക്കൂ, ഭയങ്കര അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യം ഇതാണ്. നോക്കൂ, ഇങ്ങനെ ഇവർ എഴുതി വെച്ചിരിക്കുകയാണ് ഓരോ പ്രയർ റിക്വസ്റ്റുകൾ. ആ പ്രയർ റിക്വസ്റ്റുകൾ എഴുതി വെച്ചിരിക്കുന്നത് അത് ഓരോന്നും ടിക്ക് ചെയ്ത് പോയിരിക്കുകയാണ്. നമ്മളുടെ കയ്യിൽ, പലരുടെയും കയ്യിൽ എൻ്റെ പ്രാർത്ഥന ഡയറി എന്ന് പറയുന്ന പുസ്തകം ഉണ്ടായിരിക്കും. പക്ഷേ പലരും ആ പുസ്തകം ഒരു സന്തോഷത്തിനോ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പിറേഷന് വേണ്ടിയോ വാങ്ങിച്ചത് മാത്രമേ ഉള്ളൂ. പലരും പ്രാർത്ഥിച്ച് തുടങ്ങി കാണില്ല. പക്ഷേ ഈ സഹോദരിയുടെ വിശ്വാസം ഒന്ന് നോക്കുക, ഈ കുടുംബത്തിൻ്റെ വിശ്വാസം. അവരത് എഴുതി വെച്ച ഓരോന്നും അതിൻ്റെ സൈഡിൽ അവർ ടിക്ക് ചെയ്ത്, അതായത് ശരി അടയാളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കർത്താവ് അതിന്മേൽ അത്ഭുതം ചെയ്തിരിക്കുകയാണ്. ഒരൊറ്റ കാര്യം മാത്രമേ ടിക്ക് ചെയ്യാത്തുള്ളൂ, നല്ലൊരു ഭവനം ലഭിക്കാൻ വേണ്ടി. ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ അതും കൂടെ ടിക്ക് ചെയ്തിട്ടായിരിക്കും വരാൻ പോകുന്നത്. കൈകൾ നീട്ടി ഇവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കൊടുത്ത ഈ വലിയ ദാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുഞ്ഞിനെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ നന്മകൾ ഇവരുടെ മേൽ വരട്ടെ. ഈ മാതാപിതാക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, ഇവർക്കൊരു നല്ല ഭവനം ഉണ്ടാകട്ടെ എന്നുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പുതിയ അധ്യയന വർഷം ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ ആരംഭിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്ന സ്റ്റുഡൻസ് ബ്ലെസ്സിംഗ് പ്രയർ 2015 മെയ് 31 ഞായർ ഉച്ചയ്ക്ക് 12 മണിക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബ്ലെസ്സിംഗ് സെന്ററുകളിൽ ബ്രദർ ഡാമിയൻ തത്സമയ സംപ്രേഷണത്തിലൂടെ വിദ്യാർത്ഥികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടാതെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ നേരിട്ട് വിദ്യാർത്ഥികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 111. Hallelujah, 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 hallelujah. Thank you, Jesus. 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 Hallelujah. 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 Verse number 3, surely he will save you from the fowler's snare and from the deadly pestilence. തീർച്ചയായും അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും ചിലരൊക്കെ ഇങ്ങനെ പേടിച്ച് അവിടെ നിന്ന് വരുന്നു ഇവിടെ നിന്ന് വരുന്നു.
What does the Bible say? എന്ത് വചനം പറയുന്നു? അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും പിന്നെ വിനാശകരമായ പകർച്ചവ്യാധിയിൽ നിന്ന് വിടുവിക്കും. നിങ്ങളെ കുറിച്ചാ പറഞ്ഞേ. Verse number 4 says, He will cover you with His feathers, and under His wings you will find refuge. നാലാമത്തെ വചനം, തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറയ്ക്കും, അവിടുത്തെ ചിറകിന്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. You will feel the feather touch of the Almighty God. സർവശക്തനായ ദൈവത്തിന്റെ ആ തൂവൽ സ്പർശനം, ആ തൂവലുകളുടെ സ്പർശനം നീ അനുഭവിക്കും. And he says he will cover you with his feathers, and under his wings you will find refuge. അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും, അവിടുത്തെ ചിറകിന്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. Praise God. And his faithfulness will be your shield and rampart. അവിടുത്തെ വിശ്വസ്തത നിനക്ക് പരിചയം സംരക്ഷണ കവചവുമായിരിക്കും. Meaning these wings will never be taken away from your life. അതിന്റെ അർത്ഥം ഇതാണ്, ഈ ചിറകുകൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല. Because he is faithful. അവൻ വിശ്വസ്തനാണ്. Hallelujah. Hallelujah. He is more faithful than all the most faithful person in the world. ഈ ലോകത്തിലെ ഏറ്റവും നിങ്ങൾക്ക് വിശ്വസ്തനായ വ്യക്തിയെക്കാളും വിശ്വസ്തനാണ് ഈ ദൈവം. Verse number 5 is something. അഞ്ചാമത്തെ വാക്യം ഒരു പ്രത്യേക വാക്യമാണ്. You will not fear the terror of the night, nor the arrow that flies by day. രാത്രിയിലെ ഭീതിയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ വ്യാപരിക്കുന്ന പകർച്ചവ്യാധിയെയും നീ ഭയപ്പെടുകയില്ല. ഒന്നുകൂടെ വായിക്കേ. രാത്രിയിലെ ഭീതിയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ വ്യാപിക്കുന്ന പകർച്ചവ്യാധിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന വിനാശത്തെയും നീ ഭയപ്പെടുകയില്ല. അതിന്റെ ആവശ്യമില്ല. Why? എന്തുകൊണ്ട്? Because you are protected by the wings of the Almighty God. കാരണം ആ അത്യുന്നതന്റെ സർവശക്തന്റെ ചിറകുകൾക്ക് അകത്ത് നീ സുരക്ഷിതനാണ്. Come on people, thank him. കരങ്ങൾ ഉയർത്തി ആ ദൈവത്തിന് നന്ദി പറഞ്ഞാലും. Hallelujah. Hallelujah. This is a psalm of protection. ഇത് ഒരു സംരക്ഷണത്തിന്റെ സങ്കീർത്തനമാണ്. Verse number 7, 1,000 may fall at your side, 10,000 at your right hand, but it will not come near you. നിന്റെ പാർശ്വത്തിൽ 1000 പേരും നിന്റെ വലതുഭാഗത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുക്കുകയില്ല. Do you believe that? നിങ്ങൾ അത് വിശ്വസിക്കുന്നോ? Hallelujah. Hallelujah. Meaning so many people are falling down here, there, everywhere. കാരണം കുറെ ആളുകൾ അവിടെയും ഇവിടെയും ഒക്കെ വീഴുകയാണ്. But you will be protected. പക്ഷേ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. Verse number 9 says, if you say the Lord is my refuge, and you make the Most High your dwelling, no harm will overtake you, no disaster will come near your tent. 9ാമത്തെ വചനം, അത്യുന്നതനെ എന്റെ ശരണമായ യഹോവയെ തന്നെ നീ നിന്റെ നിവാസമാക്കുമെങ്കിൽ ഒരു ദോഷവും നിനക്ക് ഉണ്ടാവുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. Hallelujah. Hebrew chapter 1 verse number 14 എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14ാമത്തെ വചനം is a question, and it asks, are not all angels ministering spirits sent to serve those who will inherit salvation? ആ വചനം ഒരു ചോദ്യമാണ്. അവരെല്ലാവരും രക്ഷ പ്രാപിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? Many years back I had just come to the Lord. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ക്രിസ്തുവിലേക്ക് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. Because I was a baby Christian. ഞാൻ ഒരു ആത്മീയ ശിശുവായിരുന്നു ആ സമയത്ത്. I was very fearful. ഞാൻ ആ സമയത്ത് വളരെ ഭയമുള്ളവനായിരുന്നു. Because I had just heard about the devil. കാരണം ഞാൻ സാത്താനെ കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. And I heard about the attack
attacks of the devil. മാത്രമല്ല പിശാച് ആക്രമിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടു. There was fear in my heart. എൻ്റെ ഹൃദയത്തിൽ വളരെ ഭയമുണ്ടായിരുന്നു. And one day ഒരു ദിവസം I went to the prayer hall. ഞാൻ പ്രേയർ ഹാളിലേക്ക് ഞാൻ കടന്നു ചെന്നു. There, when I reached there, the man of God was waiting for me. ഞാൻ അവിടെ ആ പ്രേയർ ഹാളിലേക്ക് എത്തിയപ്പോൾ ആ ദൈവവൃത്യൻ അവിടെ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. As soon as he saw me, he told something. എന്നെ കണ്ടപ്പോൾ തന്നെ ആ ദൈവപുരുഷൻ ഇപ്രകാരം പറഞ്ഞു, Today God told me to speak about angels to you. കർത്താവ് ഇന്ന് നിന്നോട് ദൂതന്മാരെ കുറിച്ച്, ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ച് സംസാരിക്കുവാൻ പറഞ്ഞു. Damien, sit there. ഡാമിയൻ ഇവിടെ ഇരിക്കുക. I sat on that mat. ഞാൻ ആ പായയിൽ താഴെ ഇരുന്നു. He opened the Bible. അദ്ദേഹം ബൈബിൾ തുറന്നു. He started speaking about angels. അദ്ദേഹം ദൂതന്മാരെ കുറിച്ച് എന്നോട് പറഞ്ഞു തരാൻ തുടങ്ങി. And he showed me this verse. ഈ വാക്യം എനിക്ക് അദ്ദേഹം കാണിച്ചു തന്നു. And he read out this verse to me. ഈ വാക്യം എനിക്ക് താൻ വായിച്ചു കേൾപ്പിച്ചു. And then he said, if you are born again, if you are a saved child of God, നീ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ God has assigned his angels to guard you. നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി കർത്താവ് ചില ദൈവിക ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്, നിയമിച്ചിട്ടുണ്ട്. You may not see them, നീ അവരെ കാണണമെന്നില്ല. but an invisible way പക്ഷെ ഒരു അദൃശ്യമായ രീതിയിൽ God will protect you. കർത്താവ് നിന്നെ സംരക്ഷിക്കും. Hallelujah. ഹല്ലേലൂയ. In those days I had a bicycle. കാരണം ആ സമയത്ത് എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. He said, when you travel on your bicycle, the angels will take care of you. നീ സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ ദൂതന്മാർ നിന്നെ നോക്കിക്കോളും. When you go to college, these angels will protect you. നീ കോളേജിൽ പോകുമ്പോൾ ഈ ദൂതന്മാർ നിന്നെ സംരക്ഷിക്കും. And that is the same message I have to give you today. ഇന്ന് അതേ സന്ദേശം തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുണ്ട്. When you go to your workplace, നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ, when you go to the market, നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ, when you drive your bike, നിങ്ങളുടെ ബൈക്ക് നിങ്ങൾ ഓടിക്കുമ്പോൾ, wherever you go, whatever you do, നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്താലും angels are assigned by God to take care of you. ദൈവം നിങ്ങളെ സംരക്ഷിക്കുവാനുള്ള ദൂതന്മാരെ നിയമിച്ചു വെച്ചിട്ടുണ്ട്. The Bible says God will command his angels to protect you. ദൈവം തന്റെ ദൂതന്മാരോട് നിന്നെ സംരക്ഷിക്കുവാൻ കൽപ്പിക്കും. Hallelujah. ഹല്ലേലൂയ. And in the book of Hebrews it says, are not the angels ministering spirits sent to serve those who will inherit salvation? അവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവിക ദൂതന്മാർ രക്ഷ പ്രാപിച്ചവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലയോ. Hallelujah. ഹല്ലേലൂയ. Suppose they are angels of God. ഇത് ദൈവത്തിന്റെ ദൂതന്മാരാണെന്ന് ചിന്തിക്കുക. And this is a child of God. ഇത് ദൈവ പൈതലാണ്. He is to be saved. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടാനുള്ള ആളാണ്. The Bible says, വചനം പറയുന്നു, these angels are commanded by God to protect that man. ഈ ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്, നിയമിച്ചിരിക്കുകയാണ് ഈ വ്യക്തിയെ സംരക്ഷിക്കുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ഇതിൽ അങ്ങോട്ട് പോയി പുറകെ പോയി സംരക്ഷിച്ചോളണം. പോ, എവിടെയെങ്കിലും തട്ടി വീഴാൻ പോയാൽ പിടിച്ചോളണം. ഓ മൈ ഗോഡ്, ഇങ്ങോട്ട് ഗോ 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 ഗോ. Oh my God. This is what is happening with you. ഇതാണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Wherever you go, എവിടെ പോയാലും the angels are there with you. ആ ദൂതന്മാർ കൂടെയുണ്ട്. Hallelujah. Hallelujah. Wherever you go, എവിടെ പോയാലും they are ministering spirits അവർ ശുശ്രൂഷകാത്മാക്കളാണ്. to serve you. നിങ്ങളെ സേവിക്കുവാൻ till you die. നിങ്ങൾ മരിക്കുന്നതുവരെ The angels are assigned by God to take care of you. ആ ദൈവിക ദൂതന്മാരെ നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവ് നിയമിച്ചു വെച്ചിരിക്കുകയാണ്. A couple of years back, ചില വർഷങ്ങൾക്ക് മുൻപ് one man of God, he told me, ഒരു ദൈവവൃത്യൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു, one day ഒരു ദിവസം I saw an angel. ഞാനൊരു ദൂതനെ കണ്ടു. I shook my hands with him. ഞാൻ എൻ്റെ കരങ്ങൾ ഹസ്തദാനം ചെയ്തു അവനുമായി. ഏഞ്ചൽസിന് ഷെയ്ക്കാൻ കൊടുത്തത്. Sometimes God opens our spiritual eyes. ചില സമയങ്ങളിൽ കർത്താവ് നമ്മുടെ ആത്മീക കണ്ണുകൾ തുറന്നു തരും. We can see angels. അപ്പോൾ നമുക്ക് ദൂതന്മാരെ കാണാൻ കഴിയും. But most of the time we never see them. പക്ഷെ മിക്കവാറും നമ്മൾ അവരെ കാണാറില്ല. But we see toward them. They are there to take care of your life. നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും നമ്മോട് കൂടെ നമ്മളെ സംരക്ഷിക്കുവാൻ കർത്താവ് അവരാക്കി വെച്ചിട്ടുണ്ട്. Hallelujah. Hallelujah.
ബ്ലെസ്സിംഗ് ടുഡേയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിഭാഗമാണ് ദ മാസ്റ്റർ ചാരിറ്റീസ്. ദ മാസ്റ്റർ ചാരിറ്റീസിൽ തന്നെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പഠനത്തിനു വേണ്ടി സഹായിക്കുന്ന പ്രോജക്റ്റാണ് ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കേരളത്തിലെ തന്നെയുള്ള ഒരു സ്കൂളിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രത്യേകമായ വീഡിയോ ക്ലിപ്പിംഗ്സ് ആണ് ഇനിയുള്ള സമയത്ത് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. അതിനായി കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ മുത്തുമണി, പാലക്കാട് ജില്ലയിലെ ഇലച്ചിവഴി ആദിവാസി സ്കൂളിലാണ് പഠിക്കുന്നത്. 1 മുതൽ 4ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിപ്പിക്കുന്ന ഏകാധ്യാപക സ്കൂളാണ് ഞങ്ങളുടേത്. പഠിപ്പിക്കുന്ന മാഷിന് ശമ്പളം കിട്ടാത്തപ്പോൾ ഞങ്ങളുടെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. എങ്കിലും ഞങ്ങൾ ഒരുപാട് സ്വപ്നം കാണാറുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ യൂണിഫോമും ബാഗും ഇട്ട് സ്കൂളിൽ പോണത്, മഴ പെയ്താൽ ചോരാത്ത ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കുന്നത്, വിശപ്പ് തീരണവരെ ഉച്ചക്കഞ്ഞി കഴിക്കാൻ കിട്ടുന്നത്, ആരും കാവൽ വേണ്ടാത്ത മൂത്രപ്പുരകള്, പിന്നെ വായിക്കാൻ കുറെ പുസ്തകങ്ങളുള്ള ലൈബ്രറിയും. പക്ഷേ ഞങ്ങൾക്കിതൊക്കെ എന്നും സ്വപ്നങ്ങൾ മാത്രമാ. ഇത്തവണ സ്കൂൾ തുറക്കുമ്പോഴെങ്കിലും ഇതൊക്കെ നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാൽ ഞങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും പറഞ്ഞയക്കാതിരിക്കില്ലല്ലോ. ആ നല്ല മനുഷ്യരുടെ സഹായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ കുട്ടികളുടെ ജീവിതത്തിന് പുതിയൊരു വെളിച്ചം പകരാൻ നിങ്ങൾക്കും സാധിക്കും. ബ്ലെസ്സിംഗ് ടുഡേയുടെ ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0484422100. ഇമെയിൽ operationeducation@mastercharities.org. ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾക്കായി ഒരുക്കുന്നു ബ്ലെസ്സിംഗ് ടുഡേ കൊല്ലം മെഗാ ഫെസ്റ്റിവൽ 2015 മെയ് 29, 30, 31 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. അനുദിന ജീവിതത്തിൽ ആവശ്യമായ പ്രായോഗിക വചന സന്ദേശങ്ങൾ ബ്രദർ ഡാമിയൻ, സിസ്റ്റർ ക്ഷമ ഡാമിയൻ, ബ്രദർ നെഹമിയ ഡാമിയൻ തുടങ്ങിയവർ ശുശ്രൂഷിക്കുന്നു. ഈ 3 ദിവസങ്ങളിലും നടക്കുന്ന കൊല്ലം മെഗാ ഫെസ്റ്റിവലിലേക്ക് ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8111996002 0484 422211. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്ന ലോക രാജ്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ഓരോരുത്തരിയ്ക്കുന്ന സ്ഥലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കർത്താവ് ചൊരിയും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ തന്നെ ഒരു നദി പോലെ ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് എല്ലാ ദിശകളിലേക്കും ഒഴുകുന്ന നദി പോലെ ദൈവിക അനുഗ്രഹങ്ങൾ ഒഴുകാൻ തുടങ്ങട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. രോഗങ്ങൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമായി ഇപ്പോൾ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഇത് കാണുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. അകത്ത് വിശ്വസിക്കുമെങ്കിൽ ഏതൊരവസ്ഥയിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഇൻ ജീസസിനെ. ലങ്സിന് തകരാറുള്ള ചില വ്യക്തികളെ, ശ്വാസകോശങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ബ്ലഡിനകത്ത് എന്തൊക്കെയോ കലർന്ന് അപകടകരമായ ഒരവസ്ഥയിലായിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. പുകവലിയിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവർ, മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവർ, ഇറ്റ്സ് വെരി വെരി ഈസി വെൻ ജീസസ് ഈസ് ദെയർ ടു ഹെൽപ്പ് യു ഔട്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉള്ളിൽ വിശ്വസിക്കുക. മദ്യപാനം മാറ്റേണ്ടവർ, സിഗരറ്റ് വലി, ബീഡി വലി മാറ്റേണ്ടവർ, ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് പുറത്തു വരേണ്ടവർ, അവരൊക്കെ ഈ സ്ക്രീനിലേക്ക് കൈനീട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ടവരെങ്കിലും ഇപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ഐ ബ്രേക്ക് ദാറ്റ് അഡിക്ഷൻ ഇൻ ജീസസ് നെയിം. എല്ലാ പുകവലിയും മാറിപ്പോട്ടെ, മദ്യപാനത്തിൻ്റെ ആസക്തികൾ മാറിപ്പോകട്ടെ, ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് പുറത്തു വരട്ടെ. വിഡ്രോവൽ സിംറ്റംസ് പോലുമില്ലാതെ അവർ പൂർണ്ണമായും സ്വതന്ത്രമാകട്ടെ. ജീസസ്, യു ഹാവ് കം ടു സെറ്റ് ദ ക്യാപ്റ്റീവ്സ് ഫ്രീ. പൂർണ്ണമായ വിടുതൽ കർത്താവ് കൽപ്പിക്കണമേ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു.
Thank you, Jesus. We give you praise and glory. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടിപ്പിടിച്ച് വിശ്വാസത്താൽ ആ വിടുതൽ സ്വീകരിക്കുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ദൈവിക വിടുതലുകൾ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നാളത്തേത് കാണാൻ മറക്കരുത്. മറ്റുള്ളവരോട് ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയണം. മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള ബുക്സ്, വിവിധ സന്ദേശങ്ങളുടെ CDs, സോങ് CDs ഇതൊക്കെ ലഭിച്ചിട്ടില്ലാത്തവർ നിങ്ങൾക്ക് ചെയ്യാവുന്നത് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുക. ഓഫീസ് ടൈമിൽ വിളിക്കുക. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഓൺലൈനായി ഇത് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.